നമസ്കാരം. സുനിത എന്ന് മടങ്ങി വരും? അനിശ്ചിതത്വം തുടരുന്നു. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ. 45 ദിവസമാണ് സ്റ്റാർലൈനറിൻ്റെ ഡോക്കിംഗ് കാലാവധി. അതായത് 45 ദിവസങ്ങൾ ഇത് സുരക്ഷിതമായി നിലയവുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യും. ഈ കാലാവധി 90 ദിവസമാക്കാനാണ് ഇപ്പോൾ നാസ അധികൃതർ ശ്രമിക്കുന്നത്. ന്യൂ മെക്സിക്കോയിൽ സ്റ്റാർലൈനറിൻ്റെ ത്രസ്റ്റർ തകരാർ പരിഹരിക്കുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനുള്ള പരീക്ഷണമാണ് ഇത്. 3 ആഴ്ചകൾ എടുത്തായിരിക്കും പരീക്ഷണം പൂർത്തിയാക്കുക എന്നാണ് കരുതുന്നത്. പരീക്ഷണത്തിന് തന്നെ ഇത്രയും കാലമെടുക്കുന്ന സ്ഥിതിക്ക് യഥാർത്ഥ ദൗത്യം വരാനും സുനിത ഭൂമിയിലെത്താനും കാലതാമസമെടുക്കും. ജൂൺ 6-ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്യാൻ സാധാരണയിലും 1 മണിക്കൂർ സമയം അധികമെടുത്തിരുന്നു. സ്റ്റാർലൈനറിൻ്റെ 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണത്തിന് തകരാർ നേരിട്ടതുകൊണ്ടാണ് ഇത് വൈകിയത്. ബോയിങ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി ഇതിൽ 4 ത്രസ്റ്ററുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ത്രസ്റ്റർ ഇതുവരെ പ്രവർത്തിക്കുന്നില്ല. 8 ദിവസമായിരുന്നു ഈ ത്രസ്റ്ററിൻ്റെ കാലാവധി. നിലയത്തിലേക്ക് ആദ്യമായി എത്തിയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയും എത്തിയത്. എന്നാൽ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾ തകരാറിലായതോടെ സുനിത ഇതിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. ഏതായാലും സുനിതയുടെ തിരിച്ചുവരവ് സംഭവിക്കാൻ ഇനി മാസങ്ങൾ എടുത്തേക്കുമെന്നാണ് നാസയുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് നാസ പറയുന്നത്. ബഹിരാകാശ നിലയത്തിൽ ഇവർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സകല സാമഗ്രികളും സ്റ്റോക്കുണ്ട്. ഇത്രയും ദിവസങ്ങൾ അവിടെ തള്ളി നീക്കുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. സുനിതയെ തിരിച്ചെത്തിക്കാനായി ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ സഹായം നാസ തേടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നുവെങ്കിലും തൽക്കാലം അതിന് സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പേസ് എക്സിൻ്റെ സഹായം തൽക്കാലം തേടേണ്ട കാര്യമില്ല എന്നാണ് നാസയുടെയും സ്റ്റാർലൈനറിൻ്റെ മാതൃകമ്പനിയായ ബോയിങ്ങിൻ്റെയും തീരുമാനം. ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുമെന്ന് ആദ്യം പ്രവചിക്കപ്പെട്ട ഒരു ദൗത്യം ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു. ചിലപ്പോൾ 3 മാസമായി ഇത് നീട്ടുന്നത് പരിഗണിക്കാനിടയുണ്ടെന്ന് നാസ അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്ത് ദീർഘകാല സ്റ്റാർലൈനർ ദൗത്യങ്ങൾക്കായി നിർണായക ഡേറ്റ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ബോയിങ് പറയുന്നത്. അതേസമയം റോഡിലൂടെ ഭാരവാഹനത്തിൽ പോകുമ്പോഴുള്ള കുടുക്കത്തിൽ ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകം ഒരു ഭാഗം തെറിച്ചു പോകുന്ന വൈറൽ വീഡിയോകൾ ഉൾപ്പെടെ പങ്കുവച്ചും ബോയിങ്ങിനെ അപലപിച്ചും നിരവധി പോസ്റ്റുകളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് ബോയിങ് സ്റ്റാർലൈനറിനും നാസയ്ക്കും നാണക്കേടുണ്ടാക്കിയ സ്റ്റാർലൈനർ ദൗത്യത്തിലെ പ്രശ്നങ്ങളെന്നും നിലവിലെ അവസ്ഥയിൽ ചർച്ചയാവുകയാണ്. കേവലം 8 ദിവസത്തെ ദൗത്യവുമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ പറ്റിയതിനാലാണ് സഞ്ചാരികളായ സുനിത വില്യംസിൻ്റെയും ബാരി വിൽമോറിൻ്റെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലായത്. ജൂൺ 24 തിങ്കളാഴ്ചയും ജൂലൈ 2 ചൊവ്വാഴ്ചയും ആസൂത്രണം ചെയ്ത 2 ബഹിരാകാശ നടത്തങ്ങളും മാറ്റിവെച്ചിരുന്നു. യഥാക്രമം മെയ് 6, ജൂൺ 1 തീയതികളിൽ പരാജയപ്പെട്ട 2 വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് ജൂൺ 5-ന് ഫ്ലോറിഡയിലെ കേപ്പ് കാനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് V റോക്കറ്റിലേറി സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് പോയത്. ഇന്ത്യൻ വംശജയായ സുനിതയും ബാരി വിൽമോറുമായിരുന്നു യാത്രികർ. ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട കാലിപ്സോ എന്ന് സുനിത വില്യംസ് വിളിച്ച ക്രൂ ക്യാപ്സ്യൂളിൽ ഇവർ നിലയത്തിലെത്തി. 13-ന് തിരിച്ചു വരാൻ ഇരുന്നതായിരുന്നു എങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് 26-ാം തീയതിയാക്കി. ഇത് വീണ്ടും മുടങ്ങിയതോടെയാണ് കുടുങ്ങി എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയത്. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിങ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ. ഔദ്യോഗികമായി CST-100 എന്നറിയപ്പെടുന്ന പേടകമാണ് ഇത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനാണ് സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗണിനെ പോലെ ബഹിരാകാശ യാത്രികരെ ISSലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള 2ാമത്തെ അമേരിക്കൻ ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനർ മാറ്റാനായിരുന്നു നാസ ലക്ഷ്യമിട്ടത്. 7 യാത്രക്കാരെ വരെ അല്ലെങ്കിൽ ജീവനക്കാരുടെയും ചരക്കുകളെയും ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് CST-100 സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തത്. റഷ്യൻ സോയൂസ് ബഹിരാകാശ പേടകത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മറ്റൊരു ഗതാഗത മാർഗം നാസയ്ക്ക് നൽകാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത്. യുണൈറ്റഡ് ലോഞ്ച് അലയൻസിൻ്റെ അറ്റ്ലസ് V റോക്കറ്റിലായിരുന്നു പേടകം വിക്ഷേപിച്ചത്.